നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് പുതുവർഷത്തിലെ ആദ്യ മാസമായിട്ടുള്ള 2025 ജനുവരിയിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെയും ഫലത്തെ പ്രത്യേകം പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ധനാഗമ മാർഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും അധിക ചെലവുകൾക്ക് കുറവുണ്ടാകില്ല. ചെലവുകളൊക്കെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനോ വാഹനങ്ങൾ പുതിയതായിട്ട് വാങ്ങാനോ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അവിചാരിതമായിട്ട് ചില ചെറിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള മേടക്കൂറുകാർക്കും വളരെ അനുകൂല സമയമാണ്. ത്വക്ക് രോഗങ്ങൾ, വായു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. എല്ലാവിധത്തിലുള്ള കാര്യസാധ്യത ഉണ്ടാകും. എന്നിരുന്നാലും വീട്ടിൽ സമാധാന അന്തരീക്ഷം കുറയുന്നതാണ്. നല്ല വാക്കുകളിലൂടെ കാര്യസാധ്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 2025 ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. നിർബന്ധ ബുദ്ധിയൊക്കെ ഒഴിവാക്കി എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ചെവിക്കും കണ്ണിനുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. ദുർജന സംസർഗം പരമാവധി ഒഴിവാക്കുക. നേതൃഗുണം ലഭിക്കുന്ന മാസം കൂടിയാണ്. ശ്രേഷ്ഠമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് വഴി പ്രശസ്തി ഉണ്ടാകുന്നതാണ്. വായ്പകൾ, ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇവയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശരീരത്തിന് ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മനസ്സിന് സ്വസ്ഥത കുറയുന്നതാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതുമാണ്. പിതൃജനങ്ങളുമായി കലഹിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നുചേരാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2025 ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അലസത വർദ്ധിച്ചേക്കാം. പലപ്പോഴും മുഖത്ത് ദൈന്യ ഭാവം നിഴലിച്ചേക്കാം. ഊർജ്ജസ്വലമായി കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുക. കള്ളന്മാരിൽ നിന്നും അഗ്നിയിൽ നിന്നും ഒക്കെ ഉപദ്രവം ഉണ്ടായേക്കാം. ഇടയ്ക്കിടയ്ക്ക് കാര്യസാധ്യങ്ങളും ഉണ്ടായേക്കാമെങ്കിലും കാര്യ തടസ്സങ്ങൾക്കും കുറവൊന്നും ഉണ്ടാകില്ല. സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. ചില ദുഃഖാനുഭവങ്ങൾക്കും സാഹചര്യമുണ്ട്. കൂടാതെ വഴിയാത്രയിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. ധർമ്മകാര്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തടസ്സമുണ്ടാകുന്നതാണ്. പൊതുവെ ചില സുഖാനുഭവങ്ങളും ലഭിക്കാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുക. അമിത താല്പര്യം കൊടുക്കാതിരിക്കുക. പിത്താധിക്യം മൂലമുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ശാരീരിക ആരോഗ്യം കരുതലെടുക്കുക. നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഒഴിവാക്കുക. ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുകയാണ് മിഥുനക്കൂറുകാർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ 2025 ജനുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ജനുവരി മാസം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് ക്ലേശ സാധ്യതയ്ക്കും സാഹചര്യമുണ്ട്. നേതൃഗുണം ഉണ്ടാകുന്നതാണ്. നേത്രരോഗം, അർശരോഗം ഇവയ്ക്കും സാഹചര്യമുണ്ട്. കൂടാതെ പലവിധ ദുഃഖാനുഭവങ്ങളും ഉണ്ടായേക്കാം. ആലോചിച്ച് പ്രവർത്തിക്കുക. ആലോചനാശൂന്യമായിട്ടുള്ള പ്രവൃത്തികൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാം. അപവാദങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈശ്വര പൂജാ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാം. കോപം നിയന്ത്രിക്കേണ്ട സമയമാണ്. ഒടിവെച്ചത്, മുറിവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. സാഹസ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ടും വന്നേക്കാം. എന്നാൽ ഏത് പ്രതിസന്ധിയിലും മനസ്ഥൈര്യത്തോടുകൂടി നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ വീടിനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായേക്കാം. മൂത്രാശയ സംബന്ധമോ ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുന്നതാണ്. ബന്ധുജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ മക്കളെ കൊണ്ട് ക്ലേശാനുഭവങ്ങളും ഉണ്ടായേക്കാം. സ്ഥാനഭ്രംശത്തിനും സാധ്യതയുണ്ട്. അലച്ചിൽ വർദ്ധിച്ചേക്കാം. പൊതുവെ കാര്യങ്ങളെല്ലാം മന്ദഗതിയിലാകാം. നാൽക്കാലികൾക്കും അരിഷ്ടതകൾ ഉണ്ടായേക്കാം. ഭൂമി കൈമാറ്റം ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാഹചര്യം ഉണ്ടാകും. സഹായികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. 100 പാലും വഴിപാട് നടത്തുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കന്നിക്കൂറിൽ വരുന്നത്
ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള രോഗാരിഷ്ടതകൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. കാര്യ തടസ്സങ്ങളൊക്കെ സാവധാനത്തിൽ മാറിക്കിട്ടുന്നതാണ്. ധനാഗമവും വർദ്ധിക്കുന്നതാണ്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യമുണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്തു തീർക്കാനാകും. ശത്രുഭയമൊക്കെ കൂടുതലാണ്. ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. സുഖാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്നതാണ്. മംഗളകർമ്മങ്ങളൊക്കെ തടസ്സപ്പെടാൻ സാഹചര്യമുണ്ട്. ത്വക്ക് രോഗങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശാസ്താവിന് എള്ളുപായസം നടത്തുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. പുതിയ വീടിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. കർമ്മമണ്ഡലം പുഷ്ടിപ്പെടുന്നതാണ്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ചകളൊക്കെ തുടരുന്നതുമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ചെലവുകളൊക്കെ കൂടുന്നതാണ്. സാധന സാമഗ്രികൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചേക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. നല്ല വാക്കുകൾ കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും. ബന്ധുജനങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ചില ദുഃഖാനുഭവങ്ങളും ഉണ്ടായേക്കാം. മക്കളെ കൊണ്ട് മനക്ലേശം ഉണ്ടായേക്കാം. വിഷ ജന്തുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം. സർപ്പങ്ങൾക്ക് നൂറും പാലും നടത്തുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2025 ജനുവരി മാസത്തിലെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഉത്കൃഷ്ടമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കീർത്തി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്തുള്ള വരുമാനം വർദ്ധിക്കുന്നതാണ്. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ കോപാധിക്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ബന്ധുജനങ്ങളുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്വാർത്ഥത വർദ്ധിക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സവും ഉണ്ടായേക്കാം. ഏകാഗ്രതയ്ക്കൊക്കെ ഭംഗം വരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട മാസമാണ്. ചില കാപട്യക്കാരുമായി കൂട്ടുകൂടാനോ കാപട്യങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങളോ വന്നേക്കാം. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും ധനലാഭവും കൂടുതലായിട്ടുണ്ടായേക്കാം. നല്ല വാക്കുകളൊക്കെ പ്രയോഗിക്കാനുള്ള മനസ്സും സാഹചര്യവും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ചില സമയങ്ങളിൽ അബദ്ധങ്ങൾ പറ്റിയേക്കാം. അലസത കൂടുതലായിട്ടുണ്ടായേക്കാം. കോപം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കോപം നിയന്ത്രിക്കേണ്ടതാണ്. മനസ്സ് കാഠിന്യമുള്ളതാകുന്നതാണ്. കണ്ണേറ് പോലെയുള്ള നെഗറ്റീവുകൾ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളും ധർമ്മങ്ങളും കുറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. പല പ്രകാരത്തിലും രോഗാരിഷ്ടതകളും ഉണ്ടായേക്കാം. കാര്യതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാന്ത്രികം പോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാം. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങളൊക്കെ ലഭിച്ചേക്കാം. സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരാതിരിക്കുക. തൊഴിൽ രംഗം പൊതുവെ സമ്മിശ്രമായിരിക്കും. ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. ഗണപതി ഹോമം ചെയ്യുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ധർമാചാരങ്ങൾക്കൊക്കെ കുറവ് വരാം. അതേപോലെ തന്നെ ഉപാസനകൾക്ക് ഭംഗം വരാം. കഫം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സജ്ജനങ്ങളെ നിന്ദിക്കാതിരിക്കുക. ഓരോ കാര്യങ്ങളിലും കാര്യതടസ്സം വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. വായുരോഗം, മോണരോഗം എന്നിവയ്ക്ക് സാഹചര്യമുണ്ട്. ഉചിതമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മറ്റുള്ളവരുടെ കളവിനും വഞ്ചനയ്ക്കുമൊന്നും കൂട്ടുനിൽക്കാതിരിക്കുക. പൊതുവെ ജീവിതത്തിൽ സുഖമുണ്ടാകുന്ന മാസമാണ്. സന്താന ലബ്ധിക്കൊക്കെ വേണ്ടി ചികിത്സകൾ നടത്തിയിരുന്ന ദമ്പതികൾക്ക് അതിനൊക്കെ ഫലം സാധ്യമാകുന്നതാണ്. നേതൃഗുണം ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ധനാഗമം ഉണ്ടാകുന്നതാണ്. സൽകീർത്തി ഉണ്ടാകുന്നതാണ്. അച്ഛനുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പുഷ്പാഞ്ജലി കഴിക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ധനാഗമങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ വീടിന് ശ്രമം നടത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രസിദ്ധി ഉണ്ടാകുന്നതാണ്. വീഴ്ചകളും മുറിവുകളും ഒക്കെ ഉണ്ടായേക്കാം. കരുതലെടുക്കേണ്ടതാണ്. കൂടാതെ വ്രണങ്ങൾക്കും
കുറയാനും സാധ്യതയുണ്ട്. വിശപ്പ് കൂടുതലായിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ വന്നേക്കാം. പൊതുവെ സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്ന മാസം തന്നെയാണ്. കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നല്ല വസ്ത്രാഭരണം പോലെയുള്ള അലങ്കാരാദികൾ ലഭിക്കുന്നതാണ്. അറിവ് നേടാനുള്ള ശ്രമം നടത്തുന്നതാണ്. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരീരം വണ്ണം വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. കച്ചവടം ചെയ്യുന്നവരിലൊക്കെ ലാഭം വർദ്ധിക്കുന്നതാണ്. മനസ്സ് ചഞ്ചലമാകുന്നതാണ്. മക്കളെ കൊണ്ട് ചില വൈഷമ്യങ്ങളും നേരിട്ടേക്കാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2025 ജനുവരി മാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. അത് മനസ്സിന് സ്വസ്ഥത കുറയ്ക്കുന്നതാണ്. കാലോചിതമല്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടായേക്കാം. വീട്ടിൽ അതിഥികൾ കൂടുതലായിട്ട് എത്താനുള്ള സാഹചര്യമുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കാര്യതടസ്സങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഉദരവ്യാധി, പ്രത്യേകിച്ച് ദഹനക്കുറവ് മൂലമൊക്കെ ഉണ്ടായേക്കാം. ചില അനുചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. എന്നാൽ അധർമ്മങ്ങൾ ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ നിർബന്ധങ്ങൾ മൂലം സാഹസ പ്രവർത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഒഴിഞ്ഞു മാറുക. കോപം നിയന്ത്രിക്കേണ്ടതാണ്. ചഞ്ചല ബുദ്ധി ആയിരിക്കാനുള്ള സാഹചര്യമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ടേക്കാം. ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. 12 രാശിക്കൂറുകാരുടെയും 2025 ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചത്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.